Hi students, welcome back to Exam Toppers. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയുടെ 5th ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് നിങ്ങളിതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞീസ് ക്ലാസ്സിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് പൊളിറ്റിക്സിൻ്റെയും ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും മലയാളത്തിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ഫസ്റ്റ് വൺ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ്, what is precipitation? എന്താണ് precipitation? The sun's heat vaporizes water into vapor. This vapor cools down and condenses to become clouds. അപ്പം നമ്മൾ ചാപ്റ്ററിൽ കണ്ട പോലെ തന്നെ ഈ സണ്ണിൻ്റെ ഹീറ്റ് കാരണം ഈ വാട്ടറൊക്കെ വേപ്പറൈസ് ചെയ്ത് വേപ്പറായി മാറുന്നു. പിന്നീട് ഈ വേപ്പർ കൂൾ ഡൗൺ ചെയ്ത് കണ്ടൻസ് ചെയ്തതിന് ശേഷം ക്ലൗഡ്സ് ആയി മാറുന്നു. This may then fall on the surface of the earth in the form of rain, snow or sleet. This phenomenon of water falling back onto the surface of the earth in the form of rain, snow or sleet is called precipitation. അപ്പം പിന്നീട് ഈ ക്ലൗഡ്സിൽ നിന്ന് റെയിനായിട്ടോ സ്നോ ആയിട്ടോ സ്ലീറ്റൊക്കെ ആയിട്ട് ഈ വാട്ടർ എർത്തിൻ്റെ സർഫസിലേക്ക് വരും. അപ്പോൾ ഈ ഒരു ഫിനോമിനനെയാണ് precipitation എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദി വാട്ടർ സൈക്കിൾ? എന്താണ് വാട്ടർ സൈക്കിൾ? ഇത് നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിലൊരു ഡയഗ്രം സഹിതം നമ്മൾ പഠിച്ച ഒരു കാര്യമാണല്ലേ. ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ കണ്ടിന്യൂവലി ചേഞ്ചസ് ഇറ്റ്സ് ഫോം ആൻഡ് സർക്കുലേറ്റ്സ് ബിറ്റ്വീൻ ഓഷ്യൻസ്, അറ്റ്മോസ്ഫിയർ ആൻഡ് ലാൻഡ് ഈസ് നോൺ ആസ് ദി വാട്ടർ സൈക്കിൾ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ അതിൻ്റെ ഫോം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടത് ഓഷ്യനും അറ്റ്മോസ്ഫിയറിനും ലാൻഡിനും ഇടയ്ക്കായിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് കാര്യമുണ്ട്, വാട്ടർ അതിൻ്റെ ഫോം ചേഞ്ച് ചെയ്യുന്നുമുണ്ട്, പിന്നെ അത് സർക്കുലേറ്റ് ചെയ്യുന്ന കാര്യവും പറയണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. തേർഡ് വൺ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഹൈറ്റ് ഓഫ് വേവ്സ്? ഈ വേവ്സിൻ്റെ ഹൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഹൈറ്റ് ഓഫ് വേവ്സ് ആർ ആസ് ഫോളോസ്: സ്പീഡ് ഓഫ് ദ വിൻഡ്, എർത്ത് വോൾക്കാനിക് എറപ്ഷൻസോ, അണ്ടർ വാട്ടർ ലാൻഡ് സ്ലൈഡ്സ്. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെയാണ് ഈ വേവ്സിൻ്റെ ഹൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഫോർത്ത് വൺ, വിച്ച് ഫാക്ടേഴ്സ് അഫക്റ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ഓഷ്യൻ വാട്ടർ? ഓക്കെ, ഓഷ്യൻ വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ മൂവ്മെൻറ്റ് ഓഫ് ഓഷ്യൻ വാട്ടർ ആർ ആസ് ഫോളോസ്: ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് സൺ ആൻഡ് മൂൺ, വാം ആൻഡ് കൂൾ കറൻസ്, ടെമ്പറേച്ചർ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഓഷ്യൻ വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ, വാട്ട് ആർ ടൈഡ്സ് ആൻഡ് ഹൗ ആർ ദേ കോസ്ഡ്? അപ്പോൾ എന്താണ് ടൈഡ്സ്, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദ റിതമിക് റൈസ് ആൻഡ് ഫോൾ ഓഫ് ഓഷ്യൻ വാട്ടർ ട്വൈസ് ഇൻ എ ഡേ ഈസ് കോൾഡ് എ ടൈഡ്. അപ്പം ഈ ഓഷ്യനിലെ വാട്ടർ പൊങ്ങുകയും താഴുകയും ചെയ്യും അല്ലേ, ആ ഒരു റിതമിക് ആയിട്ടുള്ള റൈസിനും ഫോളിനെയാണ് ടൈഡ് എന്ന് പറയുന്നത്. ടൈഡ്സ് ആർ കോസ്ഡ് ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ സൺ ആൻഡ് ദ മൂൺ ഓൺ ദി എർത്ത് സർഫസ്. അപ്പം ഈ ടൈഡ് ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. സണ്ണും മൂണും ഒക്കെ എർത്തിൻ്റെ സർഫസിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഈ ടൈഡ്സ് ഒക്കെ ഉണ്ടാവുന്നത്. സിക്സ്ത് വൺ, വാട്ട് ആർ ഓഷ്യൻ കറൻസ്? എന്താണ് ഓഷ്യൻ കറൻസ്? ദ സ്ട്രീംസ് ഓഫ് വാട്ടർ ഫ്ലോയിങ് കോൺസ്റ്റൻ്റ്ലി ഓൺ ദി ഓഷ്യൻ സർഫസ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ആർ കോൾഡ് ഓഷ്യൻ കറൻസ്. അപ്പം ഒരു പർട്ടിക്കുലർ ഡിറക്ഷനിലേക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ഓഷ്യൻ സർഫസിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നതിനെയാണ് ഓഷ്യൻ കറൻറ്റ് എന്ന് പറയുന്നത്. ദ ഓഷ്യൻ കറൻസ് മേ ബി വാമോ കോൾഡ്. ഈ ഓഷ്യൻ കറൻസ് വാമും ആകാം, അതുപോലെ തന്നെ കോൾഡും ആകാം. സെക്കൻഡ് വൺ, ഗീവ് റീസൺസ്. ഫസ്റ്റ്, ഓഷ്യൻ വാട്ടർ ഈസ് സോൾട്ടി. ഓഷ്യൻ വാട്ടർ സോൾട്ടി ആണല്ലേ, അതെന്തുകൊണ്ടാണ്? ഓഷ്യൻ വാട്ടർ ഈസ് സോൾട്ടി ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് എ ലാർജ് എമൗണ്ട് ഓഫ് സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. ദ സോൾട്ട് പ്രസൻറ്റ് ഇൻ ഓഷ്യൻ വാട്ടർ ഈസ് മോസ്റ്റ്ലി സോഡിയം ക്ലോറൈഡ് ഓർ ദി കോമൺ സോൾട്ട് ദാറ്റ് വി കൺസ്യൂം. ഓഷ്യൻ വാട്ടറിൽ ഒരുപാട് എമൗണ്ട് ഓഫ് സോൾട്ട് ഇങ്ങനെ ഡിസോൾവ്ഡ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഓഷ്യൻ വാട്ടർ സോൾട്ടി ആയിരിക്കുന്നത്. ഇതിൽ സാധാരണ കണ്ടുവരുന്ന സോൾട്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കോമൺ സോൾട്ട്, നമ്മൾ സാധാരണയായിട്ട് ഫുഡിലും നമ്മൾ കഴിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സോൾട്ടില്ല, അത് തന്നെയാണ് ഈ ഓഷ്യൻ വാട്ടറിൽ ഉള്ളത്. സെക്കൻഡ് വൺ, ദ ക്വാളിറ്റി ഓഫ് വാട്ടർ ഈസ് ഡിറ്റീരിയോറേറ്റിംഗ്. ഈ വാട്ടറിൻ്റെ ക്വാളിറ്റി ഡിറ്റീരിയോറേറ്റ് ചെയ്യുകയാണ്.
എന്തുകൊണ്ടാണ്? ദ വാട്ടർ ക്വാളിറ്റി ഇസ് ഡിറ്റീരിയേറ്റിംഗ് ബിക്കോസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ഡീഫോറസ്റ്റേഷൻ, ത്രോയിങ് ഗാർബേജ് ആൻഡ് അതർ വേസ്റ്റ് ഇൻ വാട്ടർ ബോഡീസ്, കെമിക്കൽസ് റിലീസ്ഡ് ഫ്രം ഇൻഡസ്ട്രീസ്, ഇൻക്രീസ് ദി യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. അപ്പോൾ വാട്ടറിൻ്റെ ക്വാളിറ്റി കുറയാനുള്ള കാരണങ്ങളെന്ന് പറയുന്ന മെയിനായിട്ടുള്ള 4 കാര്യങ്ങൾ, അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് മെയിനായിട്ട് പറയുന്നത് ഈ 4 ഡീഫോറസ്റ്റേഷൻ, അതായത് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത്, പിന്നെ ഈ ചപ്പ് ചവറുകൾ അതുപോലത്തെ വേസ്റ്റ് ഒക്കെ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നത്, അതുപോലെ ഇൻഡസ്ട്രീസ് റിലീസ് ചെയ്യുന്ന കെമിക്കൽസ്, പിന്നെ ഫെർട്ടിലൈസേഴ്സിൻ്റെയും പെസ്റ്റിസൈഡ്സിൻ്റെയും കൂടി വരുന്ന ഉപയോഗം. അപ്പോൾ ഇതൊക്കെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഈ വാട്ടറിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാൻ കുറച്ച് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. തേർഡ് വൺ, ടിക്ക് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിനോട് കൂടുതലായിട്ട് ചേരുന്ന അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടെത്തുക. ഫസ്റ്റ് വൺ, ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ കണ്ടിന്യൂലി ചേഞ്ചസ് ഇറ്റ്സ് ഫോം ആൻഡ് സർക്കുലേറ്റ്സ് ബിറ്റ്വീൻ ഓഷ്യൻസ്, അറ്റ്മോസ്ഫിയർ ആൻഡ് ലാൻഡ്. ഇതിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പഠിച്ചതേ ഉള്ളൂ അല്ലേ, വാട്ടർ സൈക്കിൾ. സെക്കൻഡ് വൺ, ജനറലി ദ വാം ഓഷ്യൻ കറൻറ്റ്സ് ഓറിജിനേറ്റ് നിയർ. ഈ വാമായിട്ടുള്ള ഓഷ്യൻ കറൻറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇക്വേറ്ററിലാണ്. അതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർക്കാം, ഇക്വേറ്ററിലാണ് ചൂട് കൂടുതലല്ലേ, അപ്പം വാം ഓഷ്യൻ കറൻറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇക്വേറ്ററിൽ തന്നെയായിരിക്കും അല്ലേ, അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. തേർഡ് വൺ, ദ rhythmic റൈസ് ആൻഡ് ഫോൾ ഓഫ് ഓഷ്യൻ വാട്ടർ ട്വൈസ് ഇൻ എ ഡേ ഈസ് കോൾഡ്. അപ്പം ഇത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചേ ഉള്ളൂ അല്ലേ, റൈസ് ആൻഡ് ഫോൾ ഓഫ് ഓഷ്യൻ വാട്ടർ, എന്താണത്? ടൈഡ്. ഫോർത്ത് വൺ, മാച്ച് ദ ഫോളോയിങ്. ഞാനിവിടെ ആൻസർ തന്നേക്കാണ്. കാസ്പിയൻ സീ അത് ലാർജസ്റ്റ് ലേക്കാണ്. ടൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലും ടിക്ക് ദ കറക്റ്റ് ആൻസറിലും ഒക്കെ നമ്മൾ പറഞ്ഞേ ഉള്ളൂ പീരിയോഡിക് റൈസ് ആൻഡ് ഫോൾ ഓഫ് വാട്ടർ ആണ്. സുനാമി എന്ന് പറയുന്ന സ്ട്രോങ് സീസ്മിക് വേവ്സ് ആണ്. ഓഷ്യൻ കറൻസ്, സ്ട്രീംസ് ഓഫ് വാട്ടർ മൂവിങ് അലോങ് ഡെഫിനിറ്റ് പാത്ത്. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ. അപ്പം ചാപ്റ്റർ കാണാത്തവർ കുഞ്ഞീസ് ക്ലാസ്സിൽ കയറി ചാപ്റ്റർ കാണുക. ചാപ്റ്ററൊക്കെ കണ്ട് നന്നായിട്ട് ഈ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ പഠിച്ച് ഇരിക്കുക. അപ്പോഴത്തേക്കും ഞാൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.